ദക്ഷിണ അമേരിക്കയിലെ ചിലിയുടെ തെക്കൻ തീരത്ത് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയതായി ജിയോളജിക്കൽ സർവേ വെള്ളിയാഴ്ച വെളിപ്പെടുത്തി. ഇവിടെ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിലിയുടെയും അയൽരാജ്യമായ അർജന്റീനയുടെയും തെക്കൻ അറ്റങ്ങൾക്ക് സമീപം താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുവാനാണ്. മഗല്ലാൻസ് മേഖലയിലുടനീളമുള്ള തീരപ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ചിലി പ്രസിഡന്റായ ഗബ്രിയൽ ബോറിക് എക്സിലെ ഒരു പോസ്റ്റിൽ വെളിപ്പെടുത്തി, ഈ സമയത്ത് നമ്മുടെ കടമ തയ്യാറാക്കി അധികാരികളെ ശ്രദ്ധിക്കുകയും ചെയ്യുക. പ്രാദേശികവും ദേശീയവുമായ നാഷണൽ വൈഡ് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കോഗ്രിഡ് വളരെയധികം പുരോഗമിക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാന വിഭവങ്ങളും വളരെയധികം ലഭ്യവുമാണ്, അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഭൂകമ്പം മഗല്ലൻസ് മേഖലയിലുടനീളമുള്ള ജലപ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും വലിയ രീതിയിൽ ഇടയാക്കിയിട്ടുണ്ട്. അർജന്റീനിയൻ നഗരമായ ഉഷുവായുടെ തീരത്ത് നിന്നും 219 കിലോമീറ്റർ അകലെയായിട്ടാണ് ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രമെന്ന് USGS വെളിപ്പെടുത്തി. എന്നാൽ തുടർചലനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേപ്പ് ഹോർഡിനും അന്റാർട്ടിക്കയ്ക്കും ഇടയിലും ചിലി അർജന്റീന അതിർത്തിക്കടുത്തും 10 കിലോമീറ്റർ, അതായത് 6 മൈൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡ്രഗ് പാസേജിലാണ് ഭൂകമ്പം പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 30 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് താമസക്കാരോട് മാറി താമസിക്കാൻ അധികൃതർ മുൻകരുതൽ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ നൽകുകയും ചെയ്തു. മാത്രമല്ല, ആളഭയമോ പരിക്കുകളോ ഉണ്ടായതായ തരത്തിലൊന്നും റിപ്പോർട്ടുകളും നിലനിൽക്കുന്നില്ല. മാത്രമല്ല, പ്യൂർട്ടോ വില്യംസ് പട്ടണത്തിലെ 1100-ലധികം ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നിലവിൽ മാറ്റിയിട്ടുമുണ്ട്. ഒരു പ്രാദേശിക TV നെറ്റ്വർക്ക് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണുന്നത് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ ആളുകൾ ബാഗുകളുമായി തെരുവുകളിൽ നിറയുന്നതാണ്. ഇത്തരത്തിൽ ആളുകൾ ബാഗുകളുമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ചിലിയൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് ആൻഡ് ഓഷ്യാനോഗ്രാഫിക് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ തിരമാലകൾ അന്റാർട്ടിക്കയിൽ എത്താനും കഴിയും. എന്നാൽ കൂടുതൽ വിദൂര സ്ഥലങ്ങളിലെത്താൻ 12 മണിക്കൂർ വരെ എടുക്കാം. അതേസമയം 1960-ൽ തെക്കൻ നഗരമായ വാൾഡീവിയയിൽ 9.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തുണ്ടായ ഏറ്റവും വിനാശകരമായ ഭൂകമ്പമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതിൽ 9,500ഓളം ആളുകളായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. മാത്രമല്ല, 2010-ൽ മധ്യ ചിലിയുടെ തീരത്ത് 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും ഉണ്ടായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സുനാമിക്കാണ് വഴിതെളിച്ചതും. 520-ലധികം പേരായിരുന്നു അപ്പോൾ മരിച്ചിരുന്നതും. അതേസമയം തന്നെ ലഡാക്കിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു പ്രധാനമായിട്ടും ഈ ഭൂചലനം ഉണ്ടായതെന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി വെളിപ്പെടുത്തിയിരുന്നത്. വൈകുന്നേരം 5:38-നായിരുന്നു ഭൂകമ്പം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത്. ലേയിൽ 10 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നത്. മാത്രമല്ല, വിവിധ മേഖലകളിൽ നേരിയ രീതിയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ ആദ്യഘട്ട വിവരങ്ങൾ വരുമ്പോൾ ആളഭയമോ കാര്യമായ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി തന്നെയാണ് ഭൂചലനത്തിന്റെ വിവരം എക്സ്പോസ്റ്റിലൂടെ പ്രധാനമായിട്ടും പങ്കുവച്ചിരുന്നതും. ഭൂകമ്പ സാധ്യതയുടെ കാര്യത്തിൽ അവ വളരെ ഉയർന്ന അപകട സാധ്യതയിലായിരുന്നു കൂടുതലും നിലനിന്നിരുന്നത്. ടെക്ടോണിക്കയിലായി സജീവമായ ഹിമാലയൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ലേയും ലഡാക്കും ഇടയ്ക്കിടെ ഭൂചലനങ്ങൾ ഉണ്ടാവുന്ന പ്രദേശങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. ഭൂകമ്പ സാധ്യത, മുൻകാലങ്ങളിൽ ഉണ്ടായ ഭൂകമ്പങ്ങൾ, പ്രദേശത്തിന്റെ ടെക്ടോണിക് സജ്ജീകരണം എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യത്തെ ഭൂകമ്പ സാധ്യത പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ അപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നത്. ഇവയിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ള സ്ഥലമാണ് ലഡാക്ക് എന്നത്. ചെറിയ രീതിയിലുള്ള പ്രകമ്പനം മാത്രമാണ് അനുഭവപ്പെട്ടതെന്നാണ് ലേ നിവാസികൾ അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പലരും കെട്ടിടങ്ങൾ ഉപേക്ഷിച്ചിറങ്ങുകയായിരുന്നു. സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഭൂചലനമാണ് മേഖലയിൽ അനുഭവപ്പെട്ടിരുന്നതെന്ന് പ്രദേശവാസികൾ തന്നെ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, മ്യാൻമാർ തായ്ലൻഡ് അതിർത്തി മേഖലയിലുണ്ടായ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ കൂടിയായിരുന്നു ലേയിലെ ഭൂകമ്പ വാർത്ത വന്നിരുന്നതും. ഇത് ഹിമാലയൻ മേഖലയുടെ ഭൂകമ്പ സാധ്യതയെക്കുറിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്നവ കൂടിയാണ് ശരിക്കും. മാത്രമല്ല, മ്യാൻമാർ ഭൂകമ്പത്തിൽ 2700-ലധികം പേർക്കായിരുന്നു പ്രധാനമായിട്ടും ജീവൻ നഷ്ടമായിരുന്നതും. കൂടാതെ ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട ദുരന്ത തയ്യാറെടുപ്പും കർശനമായ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും വേണമെന്ന് ഈ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
അതുപോലെ ഹിമാലയൻ സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുജന അവബോധവും അടിസ്ഥാന സൗകര്യ പ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ആവശ്യവും വളരെയധികം ശക്തമായി തന്നെ നിലനിന്നിരുന്നു. മ്യാൻമാറിൽ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം യഥാർത്ഥത്തിൽ 1644 കടക്കുകയും ചെയ്തു. 3408 പേർക്കായിരുന്നു ഈ ഭൂചലനത്തിൽ കൂടുതലും പരിക്കേറ്റിരുന്നത്. കൂടാതെ സെൻട്രൽ മ്യാൻമാറിലെ സാങ്കിങ് നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രാജ്യത്ത് വലിയ നാശനഷ്ടമായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിരുന്നത്. തകർന്ന റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും മ്യാൻമാറിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വളരെയധികം തടസ്സമായി മാറുകയും ചെയ്തു. അതുപോലെ മ്യാൻമാറിന് സഹായവുമായി ഇന്ത്യ ഉടൻ തന്നെ രംഗത്തും വരികയുണ്ടായി. ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളുടെ 2 വിമാനങ്ങൾ കൂടി ലാൻഡ് ചെയ്തിരുന്നു. 80 അംഗ NDRF സംഘത്തെയും 118 പേരടങ്ങുന്ന മെഡിക്കൽ സംഘത്തെയും ഇന്ത്യ മ്യാൻമാറിലേക്ക് അയക്കുകയും ചെയ്തു. മ്യാൻമാറിലെ 16,000 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 15 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് കൂടുതലും മ്യാൻമാറിലേക്ക് എത്തിച്ചിരുന്നത്. ഇവിടേക്ക് ആവശ്യമായ എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തെന്ന് സേനാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ ആയിരുന്നു അറിയിച്ചിരുന്നത്. മ്യാൻമാറിലെ 10,000-ഓളം ഇന്ത്യക്കാരുമായി സമ്പർക്കത്തിലാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും ഇന്ത്യൻ എംബസിയും വെളിപ്പെടുത്തുകയുണ്ടായി.